അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലത്തെ സമയം കേട്ടോ, ഭയങ്കര തണുപ്പാണ്. അറിയാമല്ലോ, കുറേ ദിവസമായിട്ട് മഴ തന്നെയാണ്. മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ, അങ്ങനെ മഴയാണ്. ഇന്ന് എന്തായാലും മഴയ്ക്ക് ചെറിയൊരു ശമനം കാണാൻ കേട്ടോ. എന്നാലും ഭയങ്കര തണുപ്പാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ, റൂമിലടക്കം തണുപ്പാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത് പാടമാണ്. അപ്പം ആ ഒരു പാടത്തിൻ്റെ എഫക്റ്റ് കാരണം നമ്മുടെ വീട് മൊത്തം കൂളായിട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മുടെ മക്കളൊക്കെ ഉള്ളത് കൊണ്ട് രാവിലെ എണീക്കണം, ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം എന്ത് ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കണം കേട്ടോ. പിന്നെ ഞാൻ രാവിലെ നേരത്തെ മദ്രസ പോണ സമയത്തൊക്കെ മഴയാവും കേട്ടോ. എന്നാലും പാവം നനഞ്ഞ് സമയത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഞാൻ മദ്രസക്ക് പോയതൊക്കെ ഇങ്ങനെ ഓർമ്മ വരൂട്ടൊക്കെ. എന്തായാലും ഞാൻ ഇന്നില്ലേ ഭൂരിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, ഇവിടെ ഇപ്പോൾ ആർക്കും ഒന്നും ഇറങ്ങണില്ല. എന്തെങ്കിലും ഉണ്ടാക്കി അതെന്ത് ഉണ്ടാക്കിക്കണ നോക്കും, ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതെന്തൊന്നും ഉണ്ടാക്കാത്തതെന്ന് നോക്കും. അങ്ങനത്തെ ഓരോ സിറ്റുവേഷനാണ് കേട്ടോ ഇപ്പോൾ. അപ്പം പൂരിക്ക് ഞാൻ ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദേ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കേട് വന്നിട്ടുണ്ട്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. സെൻറ്ററിലൊരു പൂവിൻ്റെ ഷേപ്പൊക്കെ ഉണ്ട്. എന്തായാലും അത് ഞാൻ കളഞ്ഞേ. ഈ ഒരു ഇഷ്ടമുണ്ടോ, ഞങ്ങൾ തറവാട്ടിലാകുമ്പോൾ എപ്പോഴും ഞാനും താത്താരും ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു ഇഷ്ടമാണ് കേട്ടോ. ഇതാകുമ്പോൾ സിമ്പിളാണ്. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് മഞ്ഞപ്പൊടിയും പച്ചമുളകും ഇട്ട് വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ ഉപ്പിട്ട് വേവിക്കണേ. വെന്ത് കഴിയുമ്പോൾ കടുകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ ഒന്ന് പൊട്ടിച്ചൊഴിക്കുക. ഞാനാണെങ്കിൽ ഈ ഒരു ഇഷ്ടം ഉണ്ടാക്കാറില്ല കേട്ടോ. നമ്മൾ ഉള്ളി ഇതൊക്കെ വാട്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുമല്ലോ, ഞാൻ കാണിച്ചിട്ടുണ്ട് റെസിപ്പി, അതാണ് ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ അതിനുള്ള മൂടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോട്ടെ നിരത്തിയിട്ട് ഉണ്ടാക്കി കേട്ടോ. പിന്നെ അതേ പെട്ടെന്ന് പൂരിയൊക്കെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ പൂരി പൊരിക്കാൻ വേണ്ടി മെയിനായിട്ട് ചട്ടയൊക്കെ അടുപ്പിൽ വെച്ചപ്പോൾ ഓയിലില്ല എന്നുള്ള ഓർമ്മ വന്നത്. ഓയിൽ ഇതേ കുപ്പിയിൽ കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ അവസ്ഥകളിൽ എന്തെങ്കിലും ഇല്ലാത്ത ഒരു സമയം വരുമ്പോൾ നമ്മൾ തൊട്ടടുത്ത വീട്ടിലുള്ള മുത്തച്ഛികളെ ആശ്രയിക്കാറാണ് പതിവ്. അങ്ങനെ കുപ്പിയിലുള്ളത് മൊത്തം ഊറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഒരു ഗ്ലാസ്സിൽ പോയിട്ട് ഞാൻ കുറച്ച് ഓയിൽ വാങ്ങിക്കൊടുന്നു കേട്ടോ. ഇനി നമ്മൾ തിരിച്ചു കൊടുക്കും, ഇതേ ഗ്ലാസ്സിൽ കൊടുക്കും. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ എന്തായാലും നമ്മുടെ പൂരി എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചൂടാന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഫസ്റ്റിൽ ഒരെണ്ണം ഇങ്ങനെ ചുട്ടു കേട്ടോ. അപ്പോഴേക്കിനും ഹൈസൂൻ്റെ കരച്ചിൽ അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി നോക്കുമ്പോഴത്തേന് ആളിത് എണീറ്റ് മുട്ട കുത്തി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഹാളിലാണ് കിടക്കാറ്. റൂമിൽ ഭയങ്കര അടിയാണ്. കാരണം എന്താ വെച്ചാൽ സയാൻ ഇസോനും അർഷാക്കൂൻ്റെ അടുത്ത് കിടക്കണം എന്ന് പറഞ്ഞിട്ട് പ്രശ്നമാണ്. ബെഡിലാണെങ്കിൽ എല്ലാവരും കൊള്ളൂല, റൂമിൽ നിലത്തും എല്ലാവരും കൊള്ളൂല. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാം കൂടി കെട്ടിപ്പെറുക്കി ഹാളിലാണ് ഇപ്പോൾ കിടക്കൽ. ഇതാകുമ്പോൾ ഐസൂനും പ്രശ്നമല്ല, എനിക്ക് ഇറങ്ങി വരാനും മുട്ടുത്തി വരാനൊക്കെ സിമ്പിളാണ്. കട്ടിൽ നിന്ന് വീഴുന്നുള്ള പേടിയില്ലല്ലോ. എന്തായാലും ആൾ നല്ല ആക്റ്റീവായി ചിരിച്ച് വരുന്നുണ്ട്. അപ്പം തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഓൻ്റെ മൂഡ് ഓക്കെ ആയാൽ തന്നെ നമ്മളും ഓൾറെഡി ഓക്കെയാണ്. അങ്ങനെ അതേ മുട്ടുത്തി വാതിലിൻ്റെ അടുത്ത് സിദ്ധിക്കാക്കാനെ കണ്ട കാക്കാൻ്റെ പിന്നാലെ പോയിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലുമൊക്കെ രാവിലെ ഇങ്ങനെ എടുത്തുകൊണ്ടുപോകുമ്പോൾ നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. സയാൻ ഇന്ന് മദ്രസ ഇട്ടരുമ്പോൾ എന്തോ ഒരു നൂലാമാലയിൽ പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഡിസ്കഷനാണ് പുറത്ത് നടക്കുന്നത് കേട്ടോ. സീരിയസ് ആയിട്ടൊന്നും ഇല്ല തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ നേരെ റൂമിൽ വന്നപ്പോഴേ വരണ്ടേർന്നില്ലാന്ന് തോന്നി കേട്ടോ. ഇതാണ് ഒരവസ്ഥ. മഴ ആയതുകൊണ്ട് എല്ലാ വീട്ടിലെയും അവസ്ഥ ഇതാവുമെന്ന് വിചാരിക്കുന്നു. തൊട്ടിലൊക്കെ ഞാനൊരു ടീഷർട്ട് തൂക്കിയിട്ടുണ്ട് കേട്ടോ, എങ്ങനെയെങ്കിലും ഉണങ്ങട്ടെ എന്ന് കരുതി ചെയ്യുകയാണ്. എല്ലായിടത്തും ഡ്രസ്സാണ്. അങ്ങനെ ചായയൊക്കെ കുടിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ അർഷാക്കും കൂടെ തൊട്ടപ്പുറത്ത് വീട് പണിയല്ലേ, അപ്പോൾ അതൊന്ന് കാണാമെന്ന് കരുതി പോയിട്ടോ. അപ്പം നമ്മുടെ വീട് പണി ടൈൽ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, കുറച്ചും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇതേ ഫ്ലോറിലൊക്കെ വിരിച്ചിട്ടുണ്ട്. ബാത്റൂം, റൂംസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. എന്താ പറയുക, മഴ ആയതുകൊണ്ട് കുറച്ച് ദിവസം പണി മുടക്കമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ ഏതായാലും പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ പണി. ഇനി വീടിരിക്കലും കൂടെ പെട്ടെന്നാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ അതേ ഞങ്ങൾ വന്നിട്ട് ഇവിടേക്കൊന്ന് ഓടി നടന്നല്ല, മെല്ലെ നടന്ന് കണ്ടു. പിന്നെ ഇതാണ് മേലത്തെ ഒരു ബാൽക്കണി, സിറ്റൗട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടുന്ന് നേരെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ റോഡാണ്, ബാക്കിൽ നോക്കുകയാണെങ്കിൽ പാടമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്നിട്ടൊന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുന്ന സമയം കളഞ്ഞു. ഞങ്ങൾ ഇറങ്ങുകയാണ്. അർഷാക്കുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ടൈൽ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലും ടൈലിട്ടത് സെയിം ടീമാണ്. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ചെന്നപ്പോഴേ ഒരാളുണ്ട് ചായയൊക്കെ കുടിക്കാൻ റെഡിയാവുക കേട്ടോ. ജ്യൂസ് ഗ്ലാസും ജ്യൂസ് അരിപ്പയും കൊടുത്ത് ചായയൊക്കെ അരിക്കുന്നുണ്ട്.
പിന്നെ ഇഷ്ടം പൂരിയൊക്കെ തന്നെ എടുത്ത് കഴിച്ചു കേട്ടോ. പുറത്താണെങ്കിൽ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, രാവിലെ ഇല്ലാത്ത പോലെയല്ല. അർഷക്ക് എന്തായാലും പണിക്ക് പോകാൻ വേണ്ടി കുളിച്ച് കുട്ടപ്പനായി മുടിയൊക്കെ ചെയ്ത് സെറ്റാവുന്നുണ്ട് കേട്ടോ. പോകുന്ന പോക്കിൽ എനിക്ക് ടൈലറിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്, നൂല്, ലൈനിങ് അങ്ങനത്തെ ഐറ്റംസൊക്കെ അർഷാക്കുന്നെയും കൊണ്ടാണ് വാങ്ങിപ്പിക്കുക. വലിയ താല്പര്യമൊന്നും ഇടയ്ക്കില്ലെങ്കിലും എന്തായാലും കൊടുന്നു തരും കേട്ടോ ആൾ. പിന്നെ മഴ ആയതുകൊണ്ട് അവിടെയും ഇവിടെയും തട്ടി മുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അർഷാക്കൊരു മഴ നനയാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഹൈസ് നല്ല കളിയാണ് കേട്ടോ. എനിക്ക് കളിക്കാൻ ടോയ്സും കാര്യങ്ങളൊന്നും വേണ്ട, എന്തെങ്കിലും സ്പൂണോ പ്ലേറ്റോ ഗ്ലാസ്സോ ചട്ടകോ മതി. ഇന്നിപ്പോൾ ചട്ടകത്തുമ്മയാണ് കൂടിയിട്ടുള്ളത്. അതിങ്ങനെ എടുത്ത് എറിയും കേട്ടോ, ഭയങ്കര സൗണ്ട് ആയിരിക്കും ഇവിടെ. എന്തായാലും റെയിൻകോട്ട് തൊടൂല എന്നുള്ള വാശിയിൽ അർഷാക്ക് കുട്ടിനെ കളിപ്പിച്ചിരിക്കുകയാണ്. മഴ പോയിട്ടേ ഇറങ്ങുമോ എന്നുള്ളൊരു വാശിയാണ്. അങ്ങനെ ഞാനും കുറച്ച് നേരം അവരെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ, ഇന്നൊരു കല്യാണം ഉണ്ട് നമ്മളെ റിലേറ്റീവിൻ്റെ. അപ്പം അതിന് പോകണം. അതിന് മുന്നേ നമുക്ക് അയൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊക്കെ ഞാൻ ഒത്തുചേർത്ത് വെക്കുകയാണ് കേട്ടോ. ഏതൊക്കെ ഇടണ്ട് എന്നുള്ളൊരു കൺഫ്യൂഷൻ. മഴ ആയതുകൊണ്ട് കല്യാണത്തിന് പോകാനും ഇൻട്രസ്റ്റ് ഇല്ല, ഡ്രസ്സ് നനയ്ക്കാനും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ എന്നാൽ കല്യാണത്തിന് പോകാൻ പൂതി ഉണ്ടെങ്കിലും അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാനിത് ഒരു കൊറിയർ വന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞ ആപ്പിൽ നിന്ന് കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇസുവിൻ്റെ മാത്രമാണ് വന്നത്. പിന്നെ ഇമ്മമ്മ മഴയത്തത് കുട്ടികളൊക്കെ കൂടിയിട്ട് 4 പുറം കാഴ്ചയാണ് ഇറങ്ങിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പണികളൊക്കെ തീർത്തു, കല്യാണത്തിന് പോകണ്ടേ. അപ്പോൾ കൊറിയറൊന്നും പൊട്ടിക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ എന്തായാലും ഇനി കല്യാണം കഴിഞ്ഞ് വരട്ടല്ലേ, എന്നിട്ട് പൊട്ടിക്കാം. അപ്പോൾ ഞാൻ ഇതേ ഐസുവിന് റാഗി വരകിയതാണ് കേട്ടോ കൊടുക്കുന്നത്. രാവിലെ ചായൻ്റെ കടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം കല്യാണ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് സാധാ ചോറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, ഇല്ലെങ്കിൽ വിശന്ന് കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അല്ലെങ്കിലും ഈ ഒരു നേരത്തെ സ്നാക്സ് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ കനായിട്ടൊന്നും കൊടുക്കല്ല, എന്തെങ്കിലും വല്ല പഴമോ സെർലാക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ പല പല സാധനങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആൾക്ക് എന്തായാലും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു, ഫുള്ളും കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഇസു വന്നിട്ട് ഡ്രസ്സ് ഇട്ടുതരുമോ, ഷർട്ട് ഇട്ടുതരുമോ, പാൻറ്റ് ഇട്ടുതരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടെണ്ണത്തിനെയും മാറ്റി ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടിയാണ് കല്യാണത്തിന് പോണത്, അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി റെഡിയായി വന്നിട്ടുണ്ട്. സിദ്ധിയപ്പാൻ്റെ കാറിലാണ് കേട്ടോ നമ്മൾ പോണത്. അങ്ങനെ ആരെങ്കിലും ഒരാൾ വണ്ടി എടുക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി അതിൽ കുത്തിക്കയറ്റും. പിന്നെ സ്കൂട്ടിയിലൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും കൂടെ പോട്ടോ. രണ്ടാമത്തെ മുത്തച്ഛി ഇല്ല, കുട്ടികളും ഇല്ലപോലെ താത്താൻ്റെ വീട്ടിൽ പോയിക്കാണ്. മൂത്ത മുത്തച്ഛിയും കുട്ടികളും ഉണ്ട്. മൂന്നാമത്തെ മുത്തച്ഛി പ്രസവിച്ച് അടക്കായതുകൊണ്ട് ആളില്ല. എന്തായാലും മൂന്നാമത്തെ മൂത്തച്ഛിയുടെ ഭർത്താവിനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ കാറിൽ കയറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ സയാൻ്റെ മടി കയറി നിന്നിട്ട് എനിക്ക് സുഖമല്ല കേട്ടോ. ഐസ് ആണെങ്കിൽ താത്താൻ്റെ മടിയിൽ വേണം. എന്തായാലും എല്ലാവരും കൂടെ കുത്തിത്തിരക്കി പോകുന്നുണ്ട്. ബിക്കോസ് കാറിൽ സ്ഥലമല്ല, എല്ലാവരും മടിയിൽ ഓരോരോ കുട്ടികളുണ്ട്. ഡ്രൈവർ മാത്രമാണ് ഫ്രീ ആയിട്ടിരിക്കുന്നത്. പിന്നെ ആളിൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി. കാക്ക വരില്ല, അപ്പൊ കാക്ക വരില്ലേ? ഡീസലാ भाई साहब, डीजल है? हाँ 300 का मारो ഹിന്ദി. ഏത് ഹിന്ദിക്കാരൻ അത് മാറടാ, ഹിന്ദിക്കാരന്റെ വീഡിയോ എടുക്കട്ടെ. സോന്നോ സേവിങ്സിന്റെ വണ്ടി പോയി. മഴ കാരണം പോണ പോക്കിൽ ഇങ്ങനത്തെ ഓരോ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയിട്ട് പുഴയൊക്കെ നന്നായിട്ട് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹൈസൂന് ഇതേ ഉറക്കം വന്നിട്ടുണ്ട് കേട്ടോ. താത്ത അതിൻ്റെ ഇടയിലിട്ട് കൊട്ടുന്നുണ്ട്. അങ്ങനെ ഓൻ ഉറക്കത്തിലോട്ട് വീഴുകയാണ്. വീഴുമ്പോഴേക്കത്തിന് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ ഇരുന്ന് കഴിയുമ്പോഴേ നമ്മുടെ കാറിലൊരു ടൈറ്റ് തോന്നേ, ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ കാർ ഒക്കെ സെറ്റാവും. ഇനി ഫുഡൊക്കെ കഴിച്ച് കയറി കഴിയുമ്പോൾ കാറിൽ തീരെ സ്ഥലം ഉണ്ടാവില്ല. എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുടയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, മഴ പെയ്താലോ എന്ന് കരുതിയിട്ട്. പെരുന്നാൾക്കെടുത്ത ഡ്രസ്സ് ഞാൻ പിന്നെ ഇടുന്നത് ഇപ്പോഴാണ് കേട്ടോ. വലിയ പെരുന്നാളാവാനായി. എന്തായാലും അതിൻ്റെ മുന്നേ ഇത് ഇടാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് എന്തോ ഒരു വെള്ളമായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായില്ല. അത് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന പുതിയെണ്ണ, എന്തിനെപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കുന്നതാവോ. പിന്നെ പുതിയെണ്ണിൻ്റെ പന്തൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി ബീഫ് ബിരിയാണി കഴിച്ചു. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ കണ്ടില്ല. എന്തായാലും അത് കഴിഞ്ഞിട്ട് കുറച്ച് ചായയും കുടിച്ചു നേരെ ഓഡിറ്റോറിയത്തിലല്ല, നേരെ നമ്മൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു. കുട്ടികളൊക്കെ വാപ്പാരെ ഏൽപ്പിച്ചിട്ട് ഞാനും താത്തിയും വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി. അങ്ങനെ എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഒരാൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോകും. അങ്ങനെയാണല്ലോ സാധാരണ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഉണ്ടാവാറ്. സെയിം സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ കൂട്ടിയെടുത്തു. ഇത്
ഇതിലിപ്പോൾ രണ്ടാമത്തെ മുത്തച്ഛയും കുട്ടികളും മിസ്സിങ് ആണ് കേട്ടോ. ഓലെ അമ്മയുടെ വീട്ടിൽ പോയി. എന്തായാലും ഉള്ളവരൊക്കെ കൂടെ ഒരുമിച്ച് നിർത്തി. അതേപോലെ ചെറിയ എളാപ്പ ഇതിലില്ല, ആള് കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എളാപ്പ വന്നതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ ക്ലിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫോട്ടോഗ്രാഫർക്ക് ചിലപ്പോൾ ഈറ വന്നിട്ടുണ്ടാവും. ഈറ വന്നിട്ടാണ് തോന്നുന്നുണ്ടാവും, ചറവറന്നനെ ക്ലിക്ക് ചെയ്തങ്ങോട്ട് വിട്ടു കേട്ടോ. എന്തായാലും ഞാനും എൻ്റെ ഫോണിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഗ്രൂപ്പ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സിദ്ദിഖാക്ക നാട്ടിലുള്ള സമയമല്ലേ, അപ്പം എന്താ പറയുക, ചില ആളുകൾ ചില സമയത്ത് ഉണ്ടാവില്ല. കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് തന്നെ സിദ്ദിഖാക്ക ഉണ്ടായിരുന്നില്ല, പക്ഷെ വലിയ പെരുന്നാളായപ്പോൾ അത് ആൾ എത്തി. അങ്ങനെ എന്താ പറയുക, ഉള്ളവരെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് നല്ലൊരു ഇതായിട്ടോ. പിന്നെ കുറച്ച് നേരം ഓഡിറ്റോറിയത്തിൽ ഇരിക്കാൻ റിലേറ്റീവ്സിനൊക്കെ കണ്ട് സംസാരിക്കുക കേട്ടോ. ഇതുണ്ടല്ലോ, അറിയാത്ത കുട്ടികളൊക്കെ ഫോണിൽ പോയി എത്തിയൊക്കെയുണ്ട് കേട്ടോ. ആര് ഫോൺ കളിക്കുന്നുണ്ടോ ഓനൊന്ന് എത്തിവെക്കും. അങ്ങനെ കാത്തിരുന്ന് ചെക്കൻ എത്തിയിട്ടുണ്ട്. പിന്നെ പാട്ട്, ഡാൻസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പെണ്ണിനെ ഇതേപോലെയൊക്കെയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. പിന്നെ എന്താ പറയുക, പണ്ടൊക്കെ പെണ്ണ് സ്റ്റേജിൽ നിന്നേ ഇറങ്ങൂല കേട്ടോ. പണ്ട് മീൻസ് ഇന്ത്യയൊക്കെ കല്യാണത്തിൽ സ്റ്റേജിൽ ഇരിക്കുന്ന പെണ്ണാണ്, എപ്പോഴും സ്റ്റേജിൽ മാത്രം. പിന്നെ ആ ചെറുക്ക വന്നിട്ട് ചെക്കൻ്റെ കൂടെ പോകുമ്പോഴാണ് സ്റ്റേജിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോവാം. പിന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കാലത്ത്. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ചെക്കൻ വരുമ്പോൾ പെണ്ണ് മെല്ലെ സ്കൂട്ടാവും. പിന്നെ ഇങ്ങനെ ഒരു എൻട്രി ആണ് കേട്ടോ ഉണ്ടാവാറ്. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഒരേപോലത്തെ ഡ്രസ്സിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടീസിൻ്റെ ഒക്കെ ഡ്രസ്സിങ് എനിക്ക് നല്ലോണം ഇഷ്ടമായി. അടിപൊളി കല്യാണം കേട്ടോ. എന്തായാലും ഹാപ്പി മാരീഡ് ലൈഫ്. പിന്നെ നമ്മളിത് നേരെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴച്ചാറിലൊക്കെ ഉണ്ടായിരുന്നു. കാറിൽ ബഹളവും തിക്കും തിരക്കും, അതിൻ്റെ ഇടയിൽ ഹൈസ് ഉറങ്ങുന്നുണ്ട്. വീണ്ടും തിരിച്ചു പോകുമ്പോൾ നമ്മൾ പോകാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയ വഴിയേ അല്ലായിരുന്നു തിരിച്ചു വന്നത്. ഏതൊക്കെ വഴിയിലൂടെ ഞാൻ കാണാത്ത റോഡൊക്കെയാണ് ഇപ്പോൾ ഞാൻ കണ്ടത് തിരിച്ചു വരുമ്പോൾ. അങ്ങനെ വീട്ടിലെത്തി എല്ലാവരും ഒന്ന് റിലാക്സായി. നമ്മൾ രാവിലെ വന്ന കൊറിയർ ഉണ്ടല്ലോ, ഫസ്റ്റ് ക്രൈന്ന് വന്നത്, അത് അർഷാക്കോൻ അപ്പം തന്നെ പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ആൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി സാധനം ഇത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അക്സെപ്റ്റ് ചെയ്ത പോലെ തന്നെ ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഓൺലൈനിൽ നിന്ന് വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാവുമല്ലോ, പക്ഷേ ഇത് അങ്ങനെ ഫസ്റ്റ് ക്രൈ ആയതുകൊണ്ട് എനിക്ക് നല്ല ട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും ഇതിനൊരു പ്രിൻറ്റഡ് ഷർട്ട് വാങ്ങണം എന്നുള്ളത്. ആഗ്രഹം എന്തായാലും സഫലമായി. ഇനിയിപ്പോൾ നമുക്കിത് പെരുന്നാൾക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാൻ പോകുന്നവരെല്ലാവർക്കും ടാറ്റാ.